ഐസോളിലേക്ക് തിരിച്ചു പോവുകയാണ്. ഹാദിക് ഭായ് തന്നെയാണ് ഒരു സീറ്റ് ശരിയാക്കി തന്നത്. ബംഗ്ലാദേശിൽ നിന്നും തിരിച്ചെത്തിയപ്പോഴേക്കും ലോങ്ലേയിലേക്കുള്ള സുമ പോയി കഴിഞ്ഞിരുന്നു. ഇത് ദിമഗിരിയിൽ നിന്നും അസമിലെ സിൽച്ചാറിലേക്ക് പോകുന്ന സ്പെഷ്യൽ ടാക്സിയാണ്. റോഡ് സർവേയുടെ ഭാഗമായി വന്നവരാണ് സഹയാത്രികർ. ഏറ്റവും പിറകിലെ സീറ്റിൽ കുറച്ച് ലഗേജുകൾക്കൊപ്പമാണ് ഞാൻ ഇരിക്കുന്നത്. എങ്കിലും ഭയങ്കര കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഈ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ സുമോയിൽ യാത്ര ചെയ്യുമ്പോൾ വിൻഡോ സീറ്റ് നിർബന്ധമായും തിരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ മണിക്കൂറുകളോളം മടുപ്പിക്കുന്ന യാത്രാനുഭവമായിരിക്കും ലഭിക്കുക. ഇതുതന്നെ ഒരു ദീർഘമായ യാത്രയാണ്. സുമോ വയലിൽ കിടന്നില്ലെങ്കിൽ 15-20 മണിക്കൂറിന് ശേഷം രാവിലെ ഐസോളിലെത്തും. എനിക്ക് ചില സമയത്ത് എടുത്തുചാട്ടം കൂടുതലാണ്. കുറച്ച് നാളുകളായി അതിലൊരു കുറവുണ്ടായിരുന്നു. ചരിത്രത്തിൽ നിന്നും ഇന്നത്തെ കാലത്തെ വായിച്ചെടുക്കാനുള്ള താല്പര്യമാണ് ഇത്തരം യാത്രകളോടൊക്കെ മോട്ടീവ്. ഈ ഗ്രാമങ്ങളൊന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ടിരുന്നില്ല. രാത്രിയിലായിരുന്നു ഇതുവഴി കടന്നു പോയിരുന്നത്. സഹയാത്രികൾ എല്ലാവരും അസം സ്വദേശികളാണ്. സുമോയിൽ മുഴങ്ങുന്ന ബോളിവുഡ് ഗാനങ്ങളും. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ എല്ലാം റാപ്പ് മ്യൂസിക് ആയിരുന്നു. മിസോകൾക്ക് ഒരു റാപ്പ് മ്യൂസിക്കിൻ്റെ താളമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇരുൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. നന്നായി വിശക്കുന്നുണ്ട്. ഞാൻ രാവിലെ മാത്രമാണ് ഭക്ഷണം കഴിച്ചത്. മിസോറാമിൽ കയറിയത് പിന്നെ ഭക്ഷണം ഒരു പ്രശ്നമാണ്. പന്നിയിറച്ചിയുള്ള എൻ്റെ മനോഭാവമാണ് യഥാർത്ഥത്തിൽ പ്രശ്നമായിരിക്കുന്നത്. ഐസോൾ നഗരത്തിലേക്ക് എത്തിയിരിക്കുന്നു. പുലർന്നു തുടങ്ങുന്നതേയുള്ളൂ. ഉണർന്നു തുടങ്ങുന്ന നഗരം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇന്നിനി ഐസോളിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നറിയില്ല. ഒന്നുമില്ലെങ്കിൽ ഇന്നോ നാളെയോ നഗരം വിടണം. നഗരത്തിൻ്റെ ഏതോ ഭാഗത്ത് എന്നെ ഇറക്കിയതിന് ശേഷം സുമോ സിൽച്ചാർ ഭാഗത്തേക്ക് ഓടിച്ചു പോയി. എനിക്കാണെങ്കിൽ ഈ നഗരത്തിൽ ആകെ കൃത്യമായി ഉച്ചയ്ക്കാൻ അറിയാവുന്ന സ്ഥലം മില്ലേനിയം സെൻറ്റർ മാത്രമാണ്. ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ 2 കിലോമീറ്റർ കൂടുതലുണ്ട് മില്ലേനിയം സെൻറ്ററിലേക്ക്. സാധാരണ യാത്രകളിൽ ദിവസം 10-12 കിലോമീറ്ററൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഈ നഗരത്തിൻ്റെ കിടപ്പ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പൂരിയും ചായയും വിൽക്കുന്നവർ റോഡരികിലുണ്ട്. നല്ല വിശപ്പുണ്ട് എനിക്ക്. ഇന്നലെ രാത്രിയിൽ ഒരു അബദ്ധം പറ്റി. സുമോ ചെന്ന ധാബയിൽ പന്നിയിറച്ചി ആയിരിക്കുമെന്ന് കരുതി സഹയാത്രിയോട് ഞാൻ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ പക്ഷേ ചിക്കൻ ഫ്രൈഡ് റൈസ് എല്ലാം ഉണ്ടായിരുന്നു. പ്യുവർ വെജിറ്റേറിയനായ ഞാനെങ്ങനെ ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിക്കും? അവസാനം കഷ്ടപ്പെട്ട് റൈസും കുമ്പളങ്ങയുടെ സൂപ്പും മാത്രമാണ് കഴിച്ചത്. ശുചീകരണ തൊഴിലാളികൾ അതിരാവിലെ തന്നെ അവരുടെ ജോലിയിൽ വ്യാപൃതരാണ്. ഗൂഗിൾ മാപ്പിൽ ദൂരം പിന്നെയും കൂടുതലായാണ് കാണിക്കുന്നത്. എവിടെയെങ്കിലും എനിക്ക് തെറ്റിക്കാണും. മില്ലേനിയം സെൻറ്റർ എന്നത് എൻ്റെ ഉച്ചാരണത്തിൻ്റെ പ്രശ്നം കൊണ്ടാകണം അവർക്ക് മനസ്സിലാകുന്നേ ഇല്ല. മില്ലേനിയം ആ അങ്കിൾ ട്രാവൽ തന്നെ വേറെ മൂഡിലാണെന്ന് തോന്നുന്നു. എന്നെ മൈൻഡ് ചെയ്തതേയില്ല. ഐസോൾ നല്ല വൃത്തിയുള്ള നഗരമാണ്. ഒരുപക്ഷെ മറ്റേത് ഇന്ത്യൻ നഗരത്തെക്കാളും വൃത്തിയുള്ള നഗരം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അധ്യാപകനായ അലക്സിനോടടക്കം ഞാൻ ചോദിച്ചത് ഇതെങ്ങനെ സാധിക്കുന്നു എന്നതാണ്. ഇത്ര പാരമ്പര്യത്തിലെ വ്യക്തിഗത വൃത്തിയാണ് ഒരു കാരണമായി പറയുന്നത്. മറ്റൊന്ന് ക്രിസ്തുമതവുമായി ബന്ധപ്പെട്ടതും. ഈ 2 കാരണങ്ങളും എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഗോത്രങ്ങൾക്ക് വൃത്തി കൂടുതലുണ്ടെന്ന് ശരിയാണ്. ഒരു പക്ഷേ സിവിലൈസ്ഡായ സമൂഹത്തേക്കാൾ കൂടുതൽ വൃത്തിയുള്ളവരാണ് ഗോത്ര ജീവിതം നയിക്കുന്നവർ.
മിസോറാം ഒരു സ്മോക്കിംഗ് ക്യാപിറ്റലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ത്രിപുരയിൽ നിന്നും കയറിയത് മുതൽ സിഗരറ്റ് വലിക്കുന്ന ധാരാളം മനുഷ്യരെ ഞാൻ കണ്ടിരുന്നു. മറ്റൊന്ന് കുഹ എന്ന് വിളിക്കുന്ന ഒരു പാൻ മസാല ചവക്കുന്നുണ്ട്. ഹാൻഡ്സ് പോലെയുള്ള എന്തോരം തന്നെ ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ വലിക്കുന്ന സിഗരറ്റ് കുറ്റികൾ ഇവരെന്ത് ചെയ്യും? നമുക്കൊരു വാഹനത്തിന് വേണമെങ്കിൽ പോക്കറ്റിലിട്ട് വീട്ടിൽ കൊണ്ടുപോകുന്നു പറയാം. പക്ഷേ പാൻ മസാല എന്ത് ചെയ്യും? തുപ്പിക്കളയാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഗൂഗിൾ മാപ്പ് നിരന്തരമായി എന്നെ വഴിതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു ടാക്സി പിടിക്കല്ലാതെ മറ്റു മാർഗ്ഗമില്ല. ഒരു ടാക്സി കിട്ടിയിട്ടുണ്ട്. മാരുതി 800 ടാക്സി ആയിട്ട് ഓടുന്നത്. ഇന്ത്യൻ തെരുവിൽ നിന്നും ഈ മോഡൽ അപ്രത്യക്ഷമായിട്ടുണ്ട്. പക്ഷേ ഐസോളിൽ ഈ ഒരു ടാക്സി ഞാൻ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. ഐസോളിലെ 2-3 ദിവസത്തിൽ ഒരു കടയിലും വേസ്റ്റ് ബിൻ ഞാൻ കണ്ടിരുന്നില്ല. ഇത്രയും ജനസാന്ദ്രതയുള്ള നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജനം എങ്ങനെയായിരിക്കും? ലൂങ്ലിയിലേക്ക് പോകുന്ന വഴിയിൽ ട്രക്കുകളിൽ മാലിന്യം തട്ടുന്നത് കണ്ടിരുന്നു. അതായത് വനപ്രദേശങ്ങളിൽ മാലിന്യം തട്ടുന്നുണ്ട്. ഐസോളിലെ ട്രാഫിക് ബ്ലോക്കും വൃത്തിയുമാണ് ശരിക്കും ഇന്ത്യ കണ്ടുപഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ചകൾ വരാറുള്ളത്. ഐസോളിലെ ട്രാഫിക് ബ്ലോക്ക് അതിൽ ഇവർ മിസോകൾ കാണിക്കുന്ന ക്ഷമയൊക്കെ വളരെ പ്രശസ്തമാണ്. ഹോണടിക്കാത്ത ക്യൂ പാലിക്കുന്ന ചിത്രമൊക്കെ അങ്ങനെയാണ് വൈറലാകുന്നത്. ഐസോളിൽ മാത്രമാണ് ഈ സിവിക് സെൻസ് കാണാൻ സാധിക്കുമോ? യഥാർത്ഥത്തിൽ അതൊരു ഗതികേട് കൂടിയാണ്. നമ്മുടെ പരിസ്ഥിതിവാദം പോലെയാണ് മിസോറാമിലെ ട്രാഫിക് മര്യാദയെക്കുറിച്ച് ഗ്ലോറിഫൈ ചെയ്യുന്നത് എനിക്ക് തോന്നാറുണ്ട്. അതിരാവിലെ ആയതുകൊണ്ടാണ് ഈ റോഡിലൊന്നും വാഹനങ്ങളില്ലാത്തത്. സാധാരണഗതിയിൽ ഇവിടെയൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടാവേണ്ടതാണ്. ഇത്രയും സിവിക് സെൻസ് ഉള്ള നാട്ടിൽ എങ്ങനെയാണ് ബ്ലോക്ക് ഉണ്ടാകുന്നതെന്ന് ആരും ചോദിച്ചു കാണാറില്ല. ഒരു കുന്നിൻ മുകളിലാണ് നഗരം ഇരിക്കുന്നത്. ഐസോളിലെ റോഡ് എന്ന് പറയുന്നത് വളരെ നാരോ ആയിട്ടുള്ളതാണ്. മിക്കയിടത്തും 2 വാഹനങ്ങൾക്ക് ഒരേ സമയം കടന്നു പോകാൻ പ്രയാസവുമാണ്. പാർക്കിംഗ് റോഡരികിൽ തന്നെയായിരിക്കും. അത്രയും സൗകര്യങ്ങൾ ഇവിടങ്ങളിലുള്ളൂ. പാർക്കിംഗ് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ വകയിരുത്തിയ ഫണ്ട് അഴിമതിക്കും കാരണമായിട്ടുണ്ട്. നിലവിൽ വാഹന നമ്പറുകൾ വെച്ചിട്ടാണ് സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ സാധിക്കുക. സാമ്പത്തികമായി ഉയർന്നവർ ഒന്നിലധികം വാഹനങ്ങൾ ഉപയോഗിച്ച് ഇതിനെ മറികടക്കും. 10 കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഇവിടെ 45 മിനിറ്റൊക്കെ സാധാരണഗതിയിലെടുക്കും. ബൈക്കുകൾ അധികരിക്കുന്നത് പോലും ഈ ഗതാഗത തടസ്സം കാരണമാണ്. ഓട്ടോറിക്ഷ കാണാത്ത ഒരു ഇന്ത്യൻ നഗരം ഉണ്ടായത് ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ സാധിക്കാത്ത റോഡുകളായതുകൊണ്ടാണ്. മില്ലേനിയം സെൻറ്റർ ഭാഗത്തേക്കാണ് ടാക്സി പോയിക്കൊണ്ടിരിക്കുന്നത്. സുമോകൾ പലയിടത്തു നിന്നാണ് പുറപ്പെടുക. ഈ ഭാഗങ്ങളെല്ലാം അസമിലേക്കും ഇംഫാലിലേക്കുമുള്ള ടാക്സിയൊക്കെ ലഭിക്കുന്ന ഭാഗങ്ങളാണ്. അസമിലേക്കുള്ള സുമോകൾ മുൻകൂട്ടി ബുക്ക് ചെയ്തില്ലെങ്കിലും ലഭിക്കാൻ പ്രയാസമുണ്ടാകില്ല. സിൽച്ചാർ, ഗോഹട്ടി എന്നൊക്കെ ഉറക്കെ വിളിച്ച് പറഞ്ഞാണ് ഇവിടെ ടാക്സികൾ നിൽക്കുന്നത്. സിസിപൂർ വഴി ഇംഫാലിലേക്ക് സുമോ എവിടെയെങ്കിലും ലഭിക്കുമോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ നടക്കുന്നതല്ല. സിപൂർ എന്ന പേര് പലരും കേട്ടിട്ട് പോലുമില്ല. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ആ റൂട്ടിൽ ഞാൻ ബൈക്കിൽ യാത്ര ചെയ്തിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് രഞ്ജിത്തും പറയുന്നത് ആ റൂട്ടിൽ സുമോ ലഭിക്കുമെന്ന് തന്നെയാണ്. കുറേ അധികം നടന്നു. പലരോടും അന്വേഷിച്ചതിന് ശേഷമാണ് തുംഫുയി എന്നൊരു സ്ഥലത്തു നിന്നും സുമോ ഉണ്ടാകുമെന്ന് മനസ്സിലാകുന്നത്. തുംഫുയി എവിടെയാണെന്ന് കണ്ടെത്തലായിരുന്നു അടുത്ത ടാസ്ക്. ആർക്കും അങ്ങനെ ഒരു സ്ഥലം അറിയുകയില്ല. ഗൂഗിൾ മാപ്പിലാണെങ്കിൽ 6 മണിക്കൂറൊക്കെയാണ് കാണിക്കുന്നത്. ശരിക്കും വലഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. ഒരു പെൺകുട്ടിയാണ് ആരൊക്കെയോ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം തുവാങ്ഫുയിലേക്കാണ് എനിക്ക് പോകേണ്ടതെന്ന് മനസ്സിലാക്കി തന്നത്. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത് തുംഫുയി ആയിരുന്നു. തുംഫുയും തുവാങ്ഫുയും 2 സ്ഥലങ്ങൾ തന്നെയാണ്. ഒരു അകാരം പറ്റിച്ച പണിയാണ്. ആ പെൺകുട്ടി തന്നെയാണ് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ സെറ്റ് ചെയ്തു തന്നത്. എനിക്കിതിനൊരു ടാക്സി ഡ്രൈവറെ കാണിച്ചാൽ മതിയാവും. ഒരു ബൈക്ക് ടാക്സിയിൽ സുമോ കോൺട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
സിറ്റി സർവീസ് ബസ്സാണ് മുമ്പിൽ പോകുന്നത്. ഐസോളിലെ ആകെയുള്ള പൊതുഗതാഗതം ഈ ബസ്സാണ്. സിറ്റി സർവീസ് എന്ന് പറയുമെങ്കിലും ചില പോയിന്റുകളിലേക്ക് മാത്രമാണ് സർവീസ് ഉള്ളത്. ബൈക്ക് ടാക്സി ധാരാളം ചെറുപ്പക്കാർക്ക് ജോലി നൽകുന്നുണ്ട്. ഈ ബൈക്ക് ഓടിക്കുന്നൊരു പെൺകുട്ടിയാണ്. പക്ഷേ ഇവർക്കും ഇംഗ്ലീഷോ ഹിന്ദിയോ വശമില്ല. ഇംഗ്ലീഷ് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നത് വന്നിറങ്ങിയപ്പോൾ മുതലുള്ള എൻ്റെ സംശയമാണ്. കാരണം മിഷനറികളാണ് ഇവർക്ക് ഒരു ലിപി പോലും നൽകിയത്, എല്ലാ അർത്ഥത്തിലും ആധുനികരാക്കിയത്. ദുഹലിയിൽ എന്ന മിസോ ഭാഷയിലേക്ക് മിഷനറിമാർ ഇറങ്ങിച്ചെന്നാകും ഒരുപക്ഷെ അതിനുള്ള കാരണം. ഭാഷയും ലിപിയും ഏകോപത്തിന് ശേഷമായിരിക്കും അവരിലേക്ക് സുവിശേഷമായി ചെന്നിരിക്കുക. Serif, Abing Serif. Oh. Sudah. Number itu em? Apa number? 9 9 4 4 6 6 8 Oh, enter aja toh. തുവാംഫയിലെ കൗണ്ടറിൽ ഇരിക്കുന്ന അപ്പൂപ്പന് ഹിന്ദി അറിയാം. അദ്ദേഹം കേന്ദ്ര സർക്കാർ ജീവനക്കാരനായിരുന്നു. നാളെയുള്ള ടാക്സിയിൽ സീറ്റൊന്നും ഒഴിവില്ല. കുറച്ച് റിക്വസ്റ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹം മറ്റൊരിടത്തേക്ക് വിളിച്ച് സംസാരിച്ച് ഏറ്റവും പിറകിലുള്ള സീറ്റ് സംഘടിപ്പിച്ചു തന്നു. അദ്ദേഹം എടുത്തു പറഞ്ഞത് ഏറ്റവും പിറകിൽ തന്നെ ആയിരുന്നു എന്നാണ്. इधर नहीं है सुनो आप किस में आया എനിക്ക് ലൊക്കേഷൻ അറിയാത്തതുകൊണ്ട് ബൈക്ക് ടാക്സിക്കാരോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ടാക്സിക്കാരുടെ കയ്യിൽ നിന്നും സിഗരറ്റ് വാങ്ങി പുകച്ചാണ് സംഭാഷണം അവസാനിപ്പിച്ചത്. നാളെ രാവിലെയാണ് ടാക്സി. അവിടെ നിന്ന് പോയി നോക്കണം. നാളെ രാവിലെ വൈകാൻ പാടില്ലല്ലോ. നാളെ ലഭിക്കുന്ന ടാക്സിക്കാരന് ലൊക്കേഷൻ കൃത്യമായി നൽകുകയും വേണം. ഈ പെൺകുട്ടിയോട് എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. ഇങ്ങനെ ആളുകളോട് സംസാരിക്കുന്നത് എൻ്റെ ഒരു ശീലമാണ്. പക്ഷേ ഏത് ഭാഷയിൽ സംസാരിക്കും? അവസാനം സുമോ കൗണ്ടറിലെത്തി. ഐസോളിലേക്ക് തിരിച്ചു പോവുകയാണ്. രാവിലെ തുടങ്ങിയ അലച്ചിലാണ്. ഇനി എന്തെങ്കിലും കഴിക്കണം. അതിനുശേഷം ഒരു റൂം എടുക്കണം. മിസോറാമിലെ അവസാനത്തെ രാത്രിയാണിന്ന്. ത്രിപുരയിൽ നിന്ന് കയറുമ്പോൾ 1-2 ദിവസം മാത്രമാണ് മിസോറാമിൽ നിൽക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇതിപ്പോൾ 5-6 ദിവസമായി. നാളെ മണിപ്പൂരിലേക്കാണ് യാത്ര.